ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. ഞാൻ കമറുന്നീസ. കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. ഇപ്പോൾ രാവിലെ നമ്മളെ നിസ്കാരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം അടുക്കളയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ചെടികൾ വെച്ച ഭാഗത്തെ എന്താ പറയുക ഒക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആ ചെടികൾ വെച്ച പാത്രമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി നല്ല ഭംഗിയോടുകൂടെ തന്നെ നമ്മുടെ അടുക്കളയുടെ ഒരു ഏരിയയാണ് കേട്ടോ. ഒരു ഭാഗത്തായിട്ടാണ് ഇത്രയും നല്ല കളർഫുള്ളായിട്ടുള്ളൊരു നമ്മൾ ഓരോ ജോലി ചെയ്യുമ്പോഴും ഒരു മനസ്സിനൊരു കുളിർമയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ഭരണി കിട്ടിയിട്ടുണ്ട്. നമ്മളതിലേക്ക് ഉപ്പുപൊടി ഇട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അധികം പേരും പ്ലാസ്റ്റിക്കിൻ്റെ ജാറിലൊന്നും ഇട്ട് വെക്കാൻ പാടില്ല കേട്ടോ. അച്ചാർ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എങ്കിലും ഒന്നും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. കൂടുതൽ രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാനും ഏറ്റവും ബെസ്റ്റ് ആയതാണ് ഭരണികളിലാണ് നമ്മളെ ഉപ്പും അതുപോലെ കണ്ണിമാങ്ങയൊക്കെ ഇതുപോലെ ജാറിലാട്ടോ നമ്മൾ പണ്ടൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നത്. അതിനുശേഷം നമുക്കിന്ന് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. 2-3 പ്രാവശ്യം നന്നായി കഴുകിയതിന് ശേഷം അതിൻ്റെ മുകളിലൊക്കെ വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ കഴുകി വെള്ളമൊക്കെ വാർന്നു പോകാൻ വെച്ചിട്ടുണ്ട്. രണ്ട് ദിവസം മുമ്പ് ഒരു മൺചട്ടി വാങ്ങിയിരുന്നു കേട്ടോ നമുക്ക് ബീഫ് വെക്കാൻ. അപ്പോൾ ഇന്ന് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് മയക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കഞ്ഞിവെള്ളം ഒഴിച്ച് വിറകടുപ്പിൽ 2 ദിവസം നന്നായി കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായി മയങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചും ഇതുപോലെ എല്ലാവരും മയക്കിയെടുക്കുക കേട്ടോ. നമ്മൾ പഴയ കാലത്തൊക്കെ ഉമ്മിയൊക്കെ ഇട്ട് നന്നായി കത്തിച്ചിരുന്നു. അപ്പോൾ പെട്ടെന്നായിക്കിട്ടെ ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. അങ്ങനെ പാത്രമൊക്കെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ എണ്ണയിൽ വഴറ്റി എടുക്കണമൊന്നുമില്ല. നമ്മളെല്ലാ ചേരുവകളും ഇട്ടിട്ട് കൈകൊണ്ട് നന്നായി ഒന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രൂപത്തിലാക്കിയിട്ട് അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. പഴയ കാലത്തൊക്കെ ഇതുപോലെയായിരുന്നു വെച്ചിരുന്നത്. കൂടുതലൊന്നും ഉള്ളി വഴറ്റിയിട്ടോ ഒന്നും അല്ലായിരുന്നു കേട്ടോ പഴയ കാലത്തൊക്കെ വെച്ചിരുന്നത്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല അതുപോലെ വലിയ ജീരകം ഉലുവ അതുപോലെ കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ബീഫിൽ കുരുമുളകാണ് ഒന്നും കൂടി എരിവും ഒരു ടേസ്റ്റും കൂടാൻ കേട്ടോ. അതിനുശേഷം നന്നായി കൈ കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം അധികം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ കുക്കറിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെള്ളം ഒഴിക്കാതെ തന്നെ കുക്കായി കിട്ടും. ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചൊരു 3 മണിക്കൂറെങ്കിലും വേവിച്ചെടുക്കണം. നന്നായി തിളച്ച് കഴിഞ്ഞാൽ ചെറിയ ചൂടിൽ അങ്ങനെ വെന്ത് കിട്ടും കേട്ടോ. നമ്മൾ ഒരുപാട് അങ്ങ് തീ കത്തിച്ച് അടി പിടിക്കുള്ളൂ. അപ്പോൾ ഒരു തീ കത്തിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം മൺചട്ടിയിൽ വെക്കുമ്പോൾ. കുറച്ച് വഴനയിലയും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ അടുപ്പത്ത് വെക്കുന്ന സമയത്ത് തന്നെ. ഇനി 3 മണിക്കൂർ അടുപ്പത്ത് വെച്ച് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് ബീഫിനൊക്കെ കൂടുതൽ ഒരു ടേസ്റ്റ് വരും കേട്ടോ. കുക്കറിലൊക്കെ ആകുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നാറില്ല അല്ലേ. അടിപൊളിയായി വെന്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.